എല്ലാവർക്കും ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ജീവിതത്തിൽ കുടുംബം എന്ന ഒരൊറ്റ ലക്ഷ്യം, കുടുംബത്തിലെ എല്ലാവർക്കും വേണ്ടി അഹോരാത്രം കഷ്ടപ്പെടാൻ തയ്യാറായിട്ടുള്ള കുറച്ച് നക്ഷത്ര ജാതകർ. ഇവരുടെ ജീവിതത്തിൽ ഈ കഷ്ടപ്പാടുകൾക്ക് ഒരു ഫലം കണ്ടു തുടങ്ങുകയാണ്. ഇനി ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും വളരെ വിജയത്തിൽ എത്തുകയും കുടുംബത്തിലെ എല്ലാവരെയും സ്നേഹത്തോടും സമാധാനത്തോടും കൂടി സംരക്ഷിക്കാനും ഈ നക്ഷത്ര ജാതകർക്ക് സാധിക്കും. ഇവരുടെ നല്ല മനസ്സുകൊണ്ട് ഒരുപാട് നന്മകൾ ഇവരുടെ ജീവിതത്തിൽ ലഭിക്കുന്ന ദിവസങ്ങളാണ് വരാനിരിക്കുന്നത്. കുടുംബത്തിൻ്റെ വിളക്കായ ഈ നക്ഷത്ര ജാതകരെക്കുറിച്ച് ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ പുതിയ വീഡിയോയിലൂടെ കൂടുതൽ കാര്യങ്ങൾ ഒന്ന് അറിയാം. ഇവർക്ക് ഇനി വരാൻ പോകുന്ന ഐശ്വര്യങ്ങൾ എന്തൊക്കെയെന്നും അതിനായിട്ട് ചെയ്യേണ്ട കർമ്മങ്ങൾ എന്തൊക്കെയെന്നും ഒന്ന് മനസ്സിലാക്കിയിരിക്കാം. വീഡിയോയിലേക്ക് കടക്കും മുമ്പ് എൻ്റെ പ്രേക്ഷകരെ, നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായിട്ട് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ എൻ്റെ പുതിയ വീഡിയോകളൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കാൻ വേണ്ടിയിട്ട് ബെൽ ഐക്കൺ കൂടിയൊന്ന് പ്രസ് ചെയ്യുക. വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്താനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കാതെ ഇരിക്കുക. നന്ദി. നമുക്ക് നോക്കാം, മകം നക്ഷത്ര ജാതകരെക്കുറിച്ചാണ് ആദ്യം പറയേണ്ടത്. മകം നക്ഷത്രക്കാർക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ ഇനി സംഭവിക്കും. തൊഴിൽ രംഗം മെച്ചപ്പെടുന്നത് തന്നെയാണ് ഇവർക്ക് ഏറ്റവും ആശ്വാസം പകരുന്നൊരു കാര്യം. സർക്കാർ ജീവനക്കാർക്കോ പ്രൈവറ്റ് മേഖലയിൽ തൊഴിൽ എടുക്കുന്നവർക്കായാലും ഇനി നല്ല ദിവസങ്ങൾക്ക് തുടക്കം കുറിക്കുകയാണ്. വരുന്ന സാമ്പത്തിക വർഷത്തിൽ ഇവർക്ക് ഒരു ശമ്പള വർധനവ് കൂടി പ്രതീക്ഷിക്കാം. ഉദ്യോഗാർത്ഥികൾക്കും നല്ല സമയമാണ്. ഏറ്റെടുക്കുന്ന പദ്ധതികൾ വിജയിപ്പിക്കാനാകും. ശരീരത്തിലെ ക്ഷീണങ്ങൾ മാറിത്തുടങ്ങും. കാര്യതടസ്സങ്ങൾ ക്ഷമയോടുകൂടി നേരിടണം. ദുർവ്യയങ്ങൾ ഉണ്ടാകും. പല പ്രകാരത്തിലുള്ള അനർത്ഥങ്ങളും വിട്ടൊഴിയാൻ സാധ്യതകൾ കൂടുതലാണ്. മനസ്സ് ഈ ദിവസങ്ങളിൽ എപ്പോഴും സന്തോഷമായിരിക്കും. ദാമ്പത്യ കലഹങ്ങൾ ഉണ്ടാകാതെ പരസ്പരം സഹകരിച്ച് മുന്നോട്ടു പോകാൻ ഈ നക്ഷത്ര ജാതകർക്ക് സാധിക്കും. പല കാര്യങ്ങളും പ്രായോഗിക ബുദ്ധിയോടുകൂടി ചെയ്യുന്നതിനാൽ ധനലാഭ ഐശ്വര്യങ്ങളിൽ എത്തിച്ചേരാൻ സാധ്യതകൾ കാണുന്നു. പ്രതാപത്തോട് ജീവിക്കാൻ ശ്രമിക്കുന്ന ഈ നക്ഷത്രക്കാർക്ക് എല്ലാ വാതിലുകളും തുറന്നു കിട്ടും. സഹായികളിൽ നിന്നും സഹായ സഹകരണങ്ങൾ ഉണ്ടാകും. കുടുംബത്തിൽ സന്താനങ്ങളെ ഓർത്ത് മനോദുഃഖവും അലച്ചിലും അനുഭവിച്ച ഇവർക്ക് സന്താനങ്ങളുടെ മനംമാറ്റം ഏറ്റവും കൂടുതൽ സന്തോഷം നൽകും. അലസതകൾ വെടിഞ്ഞ് കാര്യങ്ങൾ വേണ്ട രീതിയിൽ ചെയ്യുക. കേസുകാര്യങ്ങളിൽ വിജയിക്കും. തൊഴിലിൽ നിന്ന് വരുമാനം നന്നായിട്ട് ലഭിച്ചു തുടങ്ങും. പണം ഇടപാടുകളിൽ വഞ്ചിക്കപ്പെടാതെ ശ്രദ്ധിക്കുക. സഹോദര ബന്ധങ്ങളിലെ ഉലച്ചിലുകൾ മാറും. തീർത്ഥയാത്രകൾ മുടങ്ങിപ്പോയവർ അത് പുനരാരംഭിക്കാൻ ശ്രദ്ധിക്കണം. ഇവർ ദോഷശാന്തിക്കായിട്ട് ഗണപതി ഹോമം കഴിപ്പിച്ചു പ്രാർത്ഥിക്കാനും ഒന്ന് ശ്രദ്ധിക്കുക. ഇനി അത്തം നക്ഷത്ര ജാതകരെക്കുറിച്ച് നോക്കാം. പലവിധ ആപത്തുകളിൽ നിന്നും മോചനം ലഭിക്കും. മുഖത്തെ ദൈന്യഭാവം മാറിക്കിട്ടും. പാരിതോഷികങ്ങൾ അപ്രതീക്ഷിതമായിട്ട് ലഭിക്കാൻ സാധ്യതയുണ്ട്. വരും ദിവസങ്ങളിൽ സുഖശയനം ഉണ്ടാകും. ധനാഗമങ്ങൾ കൂടുതലായിട്ട് ലഭിക്കുന്നത് ഇവരുടെ സാമ്പത്തിക നില മെച്ചപ്പെടുത്താൻ സാധിക്കും. ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ധനസംബന്ധിയായിട്ടുള്ള പ്രതിസന്ധികൾ ഒന്നും ഉണ്ടാകില്ല. ബുദ്ധിപൂർവം പ്രവർത്തിച്ചാൽ കൂടുതൽ കാര്യങ്ങൾ നേടിയെടുക്കാനും സാധിക്കും. വാക്കുദോഷം മൂലം അനർത്ഥങ്ങൾക്കിടയുണ്ടാകുന്നത് കൊണ്ടത് മാറ്റിവെക്കുക. കലഹങ്ങൾ മാറ്റുക. അപമാനം ഏൽക്കേണ്ടതായിട്ട് വരും. രോഗശാന്തി പ്രതീക്ഷിക്കാം. ഭക്ഷണത്തിലൂടെയും മുറിവിലൂടെയും ഉള്ള വിഷാംശം ഏൽക്കാനുള്ള സാധ്യത മാറിക്കിട്ടും. കഫക്കെട്ട് മൂലമുള്ള തലവേദന, മുടികൊഴിച്ചിൽ, ത്വക്കുബന്ധിയായ അസുഖങ്ങൾ തുടങ്ങിയവയ്ക്ക് സാധ്യതയുണ്ട്. പരാജയങ്ങൾ ഉണ്ടാകുമ്പോഴും ആത്മവിശ്വാസം നിലനിർത്തി മുന്നോട്ടു പോകാൻ സാധിക്കും. നാൽക്കാലി വളർത്തുന്നവർക്കും അലങ്കാര സാധനങ്ങൾ വിൽക്കുന്നവർക്കും നല്ല സമയമാണ്.
ഭൂമി ഇടപാടുകൾക്ക് മങ്ങലേൽക്കാതെ ശ്രദ്ധിക്കണം. പണം കൈകാര്യം ചെയ്യുന്നവർ കൂടുതൽ സൂക്ഷിക്കണം. അവർ വരവ് ചെലവ് കണക്കുകൾ പ്രത്യേകം സൂക്ഷിക്കുക. ഇവർ ദോഷശാന്തിക്കായിട്ട് സർപ്പ ആരാധനാ കേന്ദ്രത്തിൽ 100 പാലും കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ ഒന്ന് ശ്രദ്ധിക്കണം. ഇനി നോക്കാം ചോതി നക്ഷത്ര ജാതകരെ കുറിച്ച്. കുടുംബത്തിനു വേണ്ടി കഷ്ടപ്പെടുന്ന ഇവർക്ക് സന്താനങ്ങളെ കൊണ്ട് ഇനി കുടുംബത്തിൽ ചില സഹായങ്ങൾ ലഭിക്കുന്നത് നിലവിലത്തെ സാഹചര്യത്തിൽ നിന്നും ഒരു ആശ്വാസം ലഭിക്കുന്ന തരത്തിലേക്ക് മാറും. ദൂരസ്ഥലങ്ങളിലുള്ള മക്കൾക്ക് വേണ്ടി നാട്ടിൽ ഒരു ഭവന നിർമ്മാണം ആരംഭിക്കാൻ ഇവർക്ക് സാധിക്കും. ധനലാഭങ്ങൾ ഉണ്ടാകും. ധനകാര്യങ്ങളുടെ പ്രവർത്തനത്തിൽ ഏർപ്പെടാൻ അവസരങ്ങൾ ലഭിക്കും. ദാമ്പത്യ സൗഖ്യം ഉണ്ടാകും. സംഘടനകളുടെ ട്രഷറർ സ്ഥാനം ഏറ്റെടുക്കാനും അത് വേണ്ട രീതിയിൽ നടത്തിക്കൊണ്ടു പോകാനും സാധിക്കും. വിവാഹ ആലോചനകളിലെ തടസ്സങ്ങൾ നീങ്ങിത്തുടങ്ങും. നിശ്ചയിച്ച വിവാഹങ്ങൾ നടത്താൻ ഒരു തടസ്സവും ഉണ്ടാകില്ല. പ്രേമബന്ധങ്ങളിൽ വിള്ളലുകൾ വീഴാതിരിക്കാൻ ശ്രദ്ധിക്കുക. എപ്പോഴും ആത്മസംയമനം പാലിക്കണം. കലഹവാസനകളിൽ നിന്ന് മോചനം പ്രതീക്ഷിക്കാം. തൊഴിൽ രംഗത്തു നിന്നുള്ള തടസ്സങ്ങൾ നീങ്ങും. അഗ്നി, യന്ത്രങ്ങൾ, രാസവസ്തുക്കൾ ഇവ കൈകാര്യം ചെയ്യുന്നവർ സൂക്ഷിക്കണം. പോലീസ് കേസുകളിൽ അകപ്പെടാതിരിക്കാനും ശ്രദ്ധിക്കണം. കാര്യതടസ്സങ്ങൾ ഉണ്ടാകും. ഗവൺമെൻറ് ഓഫീസുകളിൽ കലഹം ഉണ്ടാകാതെ ശ്രദ്ധിക്കണം. ശരീരത്തിൽ നീർക്കെട്ട്, പനി, ഉദരബന്ധിയായ അസുഖങ്ങൾ, രക്തസമ്മർദ്ദം ഇവ ശ്രദ്ധിക്കണം. കാലം തീരെ മോശമാണെന്ന് കരുതിയിരിക്കുക. ദോഷശാന്തിക്കായിട്ട് ഗണപതി ഹോമം, ഗണപതിക്ക് അപ്പം നിവേദ്യം ഇവ കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ ഒന്ന് ശ്രദ്ധിക്കുക. ഇനി നമുക്ക് അനിഴം നക്ഷത്ര ജാതകരെ കുറിച്ചൊന്ന് നോക്കാം. യാത്രകളിലെ ക്ലേശങ്ങൾ വിട്ടൊഴിയും. സന്താനങ്ങൾക്ക് വേണ്ടിയുള്ള യാത്രകൾ ശുഭമായിട്ട് പര്യവസാനിക്കുകയും ചെയ്യും. സംസാരത്തിൽ എപ്പോഴും നിയന്ത്രണം പാലിക്കുന്നത് കൊണ്ട് മറ്റുള്ളവരുടെ ശത്രുതകൾ ഒഴിവാകും. പലവിധ രോഗാരിഷ്ഠതകളിൽ നിന്നും മോചനം പ്രതീക്ഷിക്കാം. ചില കാര്യങ്ങളിൽ ശസ്ത്രക്രിയ വേണമെങ്കിൽ അത് നടത്തുന്നതിൽ തെറ്റില്ല. പല പ്രകാരത്തിലുള്ള ദുഃഖ അനുഭവങ്ങളും മാറിത്തുടങ്ങും. കാര്യതടസ്സങ്ങൾ വിട്ടൊഴിയും. സ്ഥാനമാനങ്ങൾ ലഭിക്കാൻ സാധ്യതകൾ കൂടുതലാണ്. ചെറിയ ചെറിയ ഭാഗ്യ അനുഭവങ്ങൾ ഉണ്ടാകാൻ സാധ്യതകൾ കൂടുതലാണ്. എല്ലാവിധ സുഖസൗകര്യങ്ങളും ഭവനത്തിലുള്ളവർക്ക് വേണ്ടി നേടിയെടുക്കാൻ ഈ നക്ഷത്രക്കാർക്ക് സാധിക്കും. ഗൃഹ ഉപകരണങ്ങൾ വാങ്ങാൻ അവസരങ്ങൾ ഉണ്ട്. മനോദുഃഖം കുറഞ്ഞു തുടങ്ങും. ഭാര്യാഭർത്താക്കന്മാർ വേറിട്ട് താമസിക്കുകയാണെങ്കിൽ സന്താനങ്ങൾക്ക് വേണ്ടി ഒരുമിച്ച് താമസിക്കാൻ മനസ്സ് ഉണ്ടാകും. സഹായികളോടും സഹോദരങ്ങളോടും കലഹങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കണം. വീടിൻ്റെ അറ്റകുറ്റപ്പണികൾ തീർക്കാൻ സാധിക്കും. അടുക്കളയിൽ അഗ്നിബാധ ഉണ്ടാകാതെ ശ്രദ്ധിക്കണം. സഹപ്രവർത്തകർ തമ്മിലുള്ള തർക്കങ്ങളിലൊന്നും ഏർപ്പെടരുത്. ഒരു കാര്യത്തിലുള്ള ജാമ്യവും നിൽക്കരുത്. വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കണം. ഇവർ ദോഷശാന്തിക്കായിട്ട് വിഷ്ണു ക്ഷേത്രത്തിൽ സുദർശന മന്ത്ര പുഷ്പാഞ്ജലി കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ ഒന്ന് ശ്രദ്ധിക്കുക. ഇനി പൂരാടം നക്ഷത്ര ജാതകരെ കുറിച്ച് നോക്കാം. പൂരാടം നക്ഷത്ര ജാതകർക്ക് ശുക്രൻ്റെയും കുജൻ്റെയും ഒരു അനുഗ്രഹം ലഭിക്കുന്നത് കൊണ്ട് ഒരുപാട് നല്ല കാര്യങ്ങൾ ഇവർക്ക് ചെയ്യാൻ സാധിക്കും. ധനലാഭങ്ങൾ 10 ഇരട്ടിയായിട്ട് ലഭിക്കാൻ സാധ്യതയുണ്ട്. വരും കാലഘട്ടത്തിൽ ചിലവുകളും നിയന്ത്രണ വിധേയമായിരിക്കും. ശത്രുക്കളുടെ ശക്തി കുറയും. വ്യവഹാരങ്ങളിൽ വിജയം ഉണ്ടാകും. വ്രണങ്ങൾ, ത്വക്കുരോഗം, വായുബന്ധിയായ അസുഖങ്ങൾ ഇവ ശ്രദ്ധിക്കുക. മനസ്സ് എപ്പോഴും സ്വസ്ഥമായിരിക്കും. അപമാന ശ്രവണ സാധ്യതയുള്ളതിനാൽ ചില മോശപ്പെട്ട സുഹൃത്ത് ബന്ധങ്ങൾ ഒഴിവാക്കി വെക്കുക. വീട്ടിൽ കലഹ അന്തരീക്ഷം കുറഞ്ഞു തുടങ്ങും. ഭവനത്തിലേക്കൊരു നാൽക്കാലിയെ വാങ്ങാൻ അവസരമുണ്ട്. മക്കളെ കൊണ്ട് സമാധാനം ഇരട്ടിയായിട്ട് ലഭിക്കും. പുതിയ വീട് വെക്കുന്നതിനും വാങ്ങുന്നതിനും പറ്റിയ സമയമാണ്. സ്ത്രീകൾ അല്ലെങ്കിൽ പുരുഷന്മാർ നിമിത്തം ഉള്ള ഉപദ്രവ സാധ്യതകൾ കുറഞ്ഞു തുടങ്ങും. തൊഴിൽ രംഗം മെച്ചപ്പെടുന്നതിനുള്ള എല്ലാ സാധ്യതകളുമുണ്ട്.
പൊതുപ്രവർത്തകർക്ക് അംഗീകാരങ്ങൾ ലഭിച്ചു തുടങ്ങും. സഹോദരങ്ങൾക്ക് അഭിവൃദ്ധി പ്രതീക്ഷിക്കാം. അവരുടെ സഹായ സഹകരണങ്ങൾ എപ്പോഴും ലഭിക്കും. സ്നേഹിതരോട് വരും ദിവസങ്ങളിൽ കലഹിക്കാതെ ശ്രദ്ധിക്കണം. പൊതുവായ കാര്യങ്ങളിൽ അഭിപ്രായം പറയുമ്പോൾ നിയന്ത്രണം വേണം. ഇവർ ദോഷശാന്തിക്കായിട്ട് സുബ്രഹ്മണ്യ സ്വാമിക്ക് പാലഭിഷേകം നടത്തി പ്രാർത്ഥിക്കാൻ ഒന്ന് ശ്രദ്ധിക്കണം.